ഹായ് എവരിബഡി, വെൽക്കം ബാക്ക് ടു ആംഗ്ലോ അക്കാഡമീസ് യൂട്യൂബ് ചാനൽ. നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പ്രിപ്പോസിഷൻസിനെ കുറിച്ചാണ്. പ്രിപ്പോസിഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെയോ സ്ഥലമോ പറയുന്നതിന് തൊട്ട് മുമ്പ് ഉപയോഗിക്കുന്ന ചെറിയ വാക്കിനെയാണ് നമ്മൾ പ്രിപ്പോസിഷൻസ് എന്ന് പറയുന്നത്. ഏകദേശം 90ഓളം പ്രിപ്പോസിഷൻസ് ആണ് ഇംഗ്ലീഷുള്ളത്. പക്ഷേ നമുക്ക് വളരെ കൺഫ്യൂഷൻ തരുന്ന ഓണ്, അറ്റ്, ഇന്ന്, ബൈ ഇങ്ങനെയുള്ള കുറച്ച് പ്രിപ്പോസിഷൻസിനെ കുറിച്ചാണ് നമ്മൾ ഈ ചാനലിലൂടെ പറയുന്നുണ്ടാവുക. അത് നമ്മൾ മുൻ വീഡിയോയിൽ ഓൺ എങ്ങനെ ഉപയോഗിക്കണം, അതുപോലെ ഇൻ എവിടെ ഉപയോഗിക്കണം എന്ന് കാര്യങ്ങൾ പറയുകയുണ്ടായി. അത് ഈ മുൻ വീഡിയോ ഒന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്കത് കിട്ടുന്നതാണ്. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അറ്റ് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതാണ്. അറ്റ് എന്ന പ്രിപ്പോസിഷൻ എവിടെ ഉപയോഗിക്കണം, എങ്ങനെ ഉപയോഗിക്കണം എന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഇതൊന്ന് അയച്ചു കൊടുക്കണം. എല്ലാവർക്കും ഇത് ഉപകാരപ്പെടുമെന്നാണ് ഞാൻ കരുതുന്നത്. ഓക്കെ, നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. അറ്റ് എന്നാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അറ്റിന് ഒരു എക്സാക്റ്റ് അല്ല, കൃത്യമായ ഒരു സംഭവത്തെക്കുറിച്ച് പറയുന്നത് നമ്മൾ അറ്റ് പറയുന്നത്. എക്സാക്റ്റ് പ്ലേസ്, എക്സാക്റ്റ് ടൈം, എക്സാക്റ്റ് പ്ലേസ് ആൻഡ് എക്സാക്റ്റ് ടൈം. ഇപ്പോൾ ഓണിനെ സംബന്ധിച്ച് എക്സാക്റ്റ് ഡേ, എക്സാക്റ്റ് ഡേറ്റ് ഇതൊക്കെയാണ് പറഞ്ഞതെങ്കിൽ ഇവിടെ നമുക്ക് അറ്റ് ഉപയോഗിക്കുന്നത് എക്സാക്റ്റ് പ്ലേസ്, അതായത് കൃത്യമായൊരു സ്ഥലം, നമ്മൾ നിൽക്കുന്ന ഒരു കൃത്യമായ സ്ഥലത്ത് കുറിച്ച് പറയുന്നു. എക്സാക്റ്റ് ഡേറ്റ്, ഒരു കൃത്യമായ തീയതി പറയുന്നു. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അറ്റ് ഉപയോഗിക്കുന്നത്. നോക്കുക, അപ്പോൾ ആദ്യം നമുക്കൊരു എക്സാക്റ്റ് ടൈമിനെ കുറിച്ച് പറയാം. ഓക്കെ, ഐ വിൽ റീച്ച് ദെയർ അറ്റ് 10 o'clock. ഐ വിൽ റീച്ച് ദെയർ അറ്റ് 10 o'clock. ഞാൻ അവിടെ 10 മണിക്ക് എത്തും. 10 മണിക്ക്. ഐ ഗെറ്റ് അപ്പ് ഇൻ ദ മോർണിംഗ് അറ്റ് 6 o'clock in the morning. ഐ ഗെറ്റ് അപ്പ് അറ്റ് 6 o'clock in the morning. ഐ ഗെറ്റ് അപ്പ് അറ്റ് 6 o'clock in the morning. ഞാൻ രാവിലെ 6 മണിക്കാണ് എണീക്കാറുള്ളത്. He usually calls me at 10 o'clock. അവൻ എന്നെ പതിവായി വിളിക്കുന്നത് 10 മണിക്ക് ആണ്, അറ്റ് 10 o'clock. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് പറയാം അറ്റ് ഫസ്റ്റ്, ആദ്യം. ദെൻ അറ്റ് എ ഗ്ലാൻസ്, ഒറ്റ നോട്ടത്തിൽ. ആ തരത്തിലും നമ്മൾ അറ്റ് ഉപയോഗിക്കാറുണ്ട്. ഇനി നോക്കൂ, എക്സാക്റ്റ് പ്ലേസിനെ സംബന്ധിച്ച് നോക്കാം. ഏതൊക്കെ, അതായത് സപ്പോസ് നമ്മളിപ്പോൾ വെയർ ആർ യു എന്ന് ചോദിക്കുകയാണ്. ഐ എം ഇൻ ട്രിവാൻഡ്രം എന്ന് പറയുമ്പോൾ വെയർ ഈസ് ഇൻ ട്രിവാൻഡ്രം, വെയർ ഈസ് ഇൻ ട്രിവാൻഡ്രം. I am at a railway station in Trivandrum. I am at a railway station in Trivandrum. I am at bus stand. I am at bus stand. I am at Mavungal. I am at Mavungal. I am at railway station. ഈ തരത്തിലാണ് നമ്മൾ അറ്റ് പറയേണ്ടത്. അതായത് ഇപ്പോൾ നമുക്കൊരു സിറ്റി ഒക്കെ പറയണമെങ്കിൽ ഇന്നാണ് പറയണ്ടേ. ഐ ആം ഇൻ ട്രിവാൻഡ്രം, ഐ ആം ഇൻ കൊച്ചി എന്ന് പറയുന്നെങ്കിൽ ഐ ആം അറ്റ്, അതായത് കൊച്ചിയിലെ ഒരു പ്രത്യേക ഒരു സ്ഥലം എടുക്കാം. ഐ ആം അറ്റ് റെയിൽവേ സ്റ്റേഷൻ ഇൻ കൊച്ചി. ഐ ആം അറ്റ് പോലീസ് സ്റ്റേഷൻ ഇൻ കൊച്ചി. ഐ ആം അറ്റ് ദ പാർക്ക് ഇൻ കൊച്ചി. ഈ തരത്തിൽ നമുക്ക് പറയാം. അപ്പോൾ ഇങ്ങനെ സ്ഥലങ്ങൾ പറയാൻ വേണ്ടിയിട്ട്, അതായത് എക്സാക്റ്റ് സ്ഥലം പറയാൻ വേണ്ടിയിട്ട്, കൃത്യമായ സ്ഥലം പറയാൻ വേണ്ടിയിട്ട്, കൃത്യമായ സമയം പറയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അറ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് നമുക്ക് ബൈയുടെ ഉപയോഗം എന്തൊക്കെയാണ്, ഓഫ്, അതായത് നമ്മുടെ ഈ പ്രിപ്പോസിഷനിൽ ഏറ്റവും കൺഫ്യൂഷൻ തരുന്ന ഒരു വാക്കാണ് ഓഫ്. അത് പല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമുക്ക് ഓഫ് ഉപയോഗിക്കുക. ഇൻ്റെ, ഉടെ, ഉള്ള, എ, കുറിച്ച് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ആ ഒരു വീഡിയോ നമ്മൾ അടുത്ത വീഡിയോയിൽ ഇടുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീണ്ടും കാണാം. ബൈ.